വനിതാ ദിനത്തിൽ വനവാസി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. പീഡനത്തിനിരയായത് അതിരപ്പള്ളി വനവാസി കോളനിയിലെ പെൺകുട്ടിയാണ്. 3 പേർ ചേർന്ന് 16 വയസ്സുകാരിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കൊച്ചിനെ ഓട്ടോറിക്ഷക്കാര് പീഡിപ്പിച്ച്. അത് തളപ്പാറ ഓട്ടോറിക്ഷ. എപ്പോഴാണ് സംഭവം? അത് 2:30 ഇത് സംഭവിച്ചത്. ഇന്ന് എന്നിട്ട് സംഭവം എപ്പോഴാണ് നിങ്ങൾ അറിയണത്? ഞങ്ങൾ ഒരു 3 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവളെ അന്വേഷിച്ച് കിട്ടിയത്. അന്വേഷിച്ച് കണ്ടത് ഒരു വയ്യാത്തൊരു നിലയിൽ കിടന്നതാണ് കണ്ടത്. അമ്മയൊക്കെ ചേട്ടന്മാരെ എല്ലാവരും കൂടി അന്വേഷിച്ചാണ് കൊച്ചിനെ കണ്ടുപിടിച്ചത്. ചെന്ന് കണ്ടപ്പോൾ കൊച്ചു ഡ്രസ്സ് വരെ ഇല്ലാണ്ടാക്കലാണ്. ആകെ അവശതയായിട്ട്. എന്നിട്ട് പോലീസിനെ അറിയിച്ചു? പോലീസിനെ വിളിച്ച് സാറന്മാർക്കൊക്കെ വിളിച്ചു. പോലീസ് മലക്കപ്പുറമൊക്കെ വിളിച്ചു. എന്നിട്ട് അവർ ഇവിടെ ഹോസ്പിറ്റലിലാക്കി. അവർ വണ്ടിക്ക് വിളിച്ചു, ആംബുലൻസ് വിളിച്ച് പറഞ്ഞ. ഇപ്പം എങ്ങനെയുണ്ട് കുട്ടി? ഇപ്പോൾ എന്നെ അറിഞ്ഞിട്ടില്ല, ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവളെ ഉടുപ്പ് ഇപ്പോൾ അവരറിയോ ഈ ഓട്ടോറിക്ഷക്കാരോ? അറിയാം, ഷിജു. തളക്കിപ്പുറ ഓട്ടോറിക്ഷ. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടി എന്താണ്? ഈ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നത്. ഏറ്റവും അധികം ചൂഷണം നേരിടുന്ന ഒരു വിഭാഗമാണ് ഈ വനവാസി വിഭാഗം എന്നുള്ളത്. അത് വനിതാ ദിനത്തിൽ തന്നെ ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ 3 പേർ ചേർന്നാണ് ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എടുത്ത നടപടി എന്താണ്? ലക്ഷ്മി, ഈ ഓട്ടോറിക്ഷക്കാരാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയെന്നാണ് ഈ പിതാവ് വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച് മലക്കപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ആരൊക്കെയാണെന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരാളുടെ പേര് മാത്രമേ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളൂ. എന്തായാലും കുട്ടിയെ അവശനിലയിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 പേർ ചേർന്നാണ് ഈ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. വനിതാ ദിനത്തിലായിരുന്നു. ഈ വനവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ചൂഷണത്തിന് ഇരയാകുന്ന വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വനവാസി വിഭാഗം. കാരണം അവിടെയുള്ള പെൺകുട്ടികളെ, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും പീഡനത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുകയാണ്. ഈ 3 പേരും ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടൻ അറിയിക്കും എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും ഈ പെൺകുട്ടിയുടെ നില അവശ നിലയിലായിരുന്നു. കാരണം ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയെ ഈ വീട്ടുകാരൊക്കെ തന്നെ കാണുന്നത് നഗ്നയ നിലയിലായിരുന്നു. അവരുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. മാതാപിതാക്കളൊക്കെ തന്നെ വലിയ വേദനയിൽ തന്നെയാണ്. കാരണം 16 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് ഈ ഓട്ടോറിക്ഷക്കാർ ചേർന്ന് പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. ലക്ഷ്മി.